അവതാരദർശനം സർവാനുഗ്രഹദായനം നാരായണ ഗുരുവന്ദേ സർവമംഗളസിദ്ധേ ജയനാരായണ ഗുരുപ്രിയേ ശിവവിനീശ്വരി ശാരദേ ചതുരാസാക്ഷരചന്ദ്രമൈവരേജിതേ. സർവസ്വമായ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഗുരുവിശ്വാസികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവിടെ വന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ നാം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പാർവതി മനോജ്. ഞാൻ 3294 നമ്പർ അറുകാലിക്കൽ പടിഞ്ഞാറ് ശാഖയിൽ അടൂർ യൂണിയനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഗുരുവിനെ കാണുവാൻ വന്നപ്പോൾ സച്ചിദാനന്ദ സ്വാമികളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. സംസാരത്തിനിടയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കുറച്ച് പ്രഭാഷണങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാ ഞാനിവിടെ ഒരു അവസരം തരാം, ഒരു 10 മിനിറ്റ് മോക്കറിയാവുന്നത് വന്ന് പറയാനെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വേദിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് പ്രഭാഷണങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ വന്നും 2 വാക്ക് സംസാരിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഗുരുവിന്റെ അനുഗ്രഹം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. അപ്പൊ ഗുരുവിന്റെ ജനനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പാൽക്കിണ്ണം തട്ടിമറിച്ചതുപോലെയും ഓണനിലാവ് പരന്നൊഴുകുന്ന അതിസുന്ദരവും അതിമനോഹരവുമായ രാത്രിയില് ചെമ്മണന്തി ഗ്രാമം മുഴുവനും ഉറക്കത്തിലാണ്. ഓണം കൊണ്ടാടിയ ക്ഷീണത്താല് എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും വയൽമാരം വീട്ടിന്റെ മൺവിളക്ക് മാത്രം അണഞ്ഞിട്ടില്ല. വയൽമാരം വീട്ടിന്റെ വെളിയിൽ കൂടെ ഒരാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാൻ സാധിക്കും. ആരാണെന്ന് അറിയാമോ? മാടനാശാൻ കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ചിങ്ങത്തിലെ ചതയം നാളിൽ ഗുരു തിരുവവതാരം ചെയ്യുകയാണ്. എത്രത്തോളം സവിശേഷതയുണ്ടെന്ന് അറിയാമോ ഗുരുവിന്റെ ജനനത്തിന് തന്നെ? കരയാതെയുള്ള ജനനമായിരുന്നു നമ്മുടെ ഗുരുവിൻ്റെത്. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് ലോകമെമ്പാടും അറിയുന്നത് കുഞ്ഞിന്റെ കരച്ചിലൂടെയാണല്ലേ? പക്ഷേ അന്ന് കുഞ്ഞ് ജനിച്ചപ്പോൾ, മൈമാരം വീട്ടിൽ കുഞ്ഞ് ജനിച്ചപ്പോൾ കരഞ്ഞില്ല. ഒന്നിനും വേണ്ടിയിട്ടും കരഞ്ഞില്ല. കരഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ നടുക്കിലേക്ക് മഹാശാന്തിയുടെ ദൂതൻ എന്ന നിലയിൽ തിരുവവതാരം ശ്രീനാരായണ ഗുരുദേവൻ തൃപ്പാദങ്ങൾ ചെയ്യുകയാണ്. മഹാദൂതനാണ്, ഈശ്വരനാണ്. ആ ഈശ്വരനെയാണ് എല്ലാവരും കൂടിച്ചേർത്ത് ഈ സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് എന്ന തലത്തിലേക്ക് മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ, നമുക്കൊരിക്കലും വഴി നടക്കാൻ സാധിക്കുമായിരുന്നു ഗുരുദേവൻ ജനിക്കുന്നതിന് മുമ്പായിട്ടുള്ള ചരിത്രമാണ് കേട്ടോ? സാധിക്കുമായിരുന്നു? ഇല്ല. ഗുരുദേവൻ ജനിച്ചു കഴിഞ്ഞ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് ജാതിയോ മതമോ ഒന്നുമല്ല വലുത്, മനുഷ്യത്വമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവകാശം നേടിത്തന്നു. ധർമ്മ സംസ്ഥാപനം നടത്തുകയാണ് നമ്മുടെ മഹാഗുരു നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. പിള്ളത്തടം ഗുഹയില് ഏകാന്തവാസിയായിട്ട് തപസ്സനുഷ്ഠിച്ച് ഗുരു ഈശ്വര സത്തിനെ വലയം പ്രാപിച്ച് പരബ്രഹ്മ സ്വരൂപമൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. ആ ഗുരുവാണ് നമുക്ക് വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. അതിനെയാണ് ഈ അവതര രീതി, അവതാരഹ എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിക്കൂ, അത്രത്തോളം മഹാത്മാവായ നമ്മുടെ പരബ്രഹ്മ ഗുരു സാധുക്കളെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നതിന്. അതാണ് അവതാരം. എന്നിട്ട് ഗുരുദേവൻ അരുവിപ്പുറത്ത് 1888 നെയ്യാറ്റിൽ നിന്ന് ഒരു ശിലാഖണ്ഡം പൊക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാരാകുന്നു? നമ്മുടെ ശിവനാകുന്നു എന്നാ പറഞ്ഞത്. നമ്മുടെ ശിവൻ. അപ്പോൾ മാത്രമാണ് നാം ഓരോരുത്തരും ക്ഷേത്രത്തിൽ കേറാൻ തുടങ്ങിയത്. അന്നത്തെ സമൂഹത്തിലെ ആൾക്കാർക്ക് സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതിലെ ഈ സംഹാരമൂർത്തിയാണ് ശിവനെന്ന് മാത്രമേ
സർവ ശരണ്യ വിഭോ പവ സങ്കട നാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ പവനാടകമാട് അരുംപൊരുളേന്ന് ശിവനാരാണെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുത്തു ലോകഗുരു. അങ്ങനെ ഒത്തിരി 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 ക്ഷേത്ര പ്രതിഷ്ഠകൾ ചെയ്തു. ചിന്തിക്കൂ, 1912 ഗുരുവിന് ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുണ്ട്. ഏതെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ശാരദാ പ്രതിഷ്ഠ. ഗുരു നാം ഇത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 പ്രതിഷ്ഠയിലുള്ളത്. ഏതാണെന്ന് അറിയാമോ? ഒന്ന് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയും 2 ശാരദാ പ്രതിഷ്ഠയും. നാം ഇത് ചെയ്യാൻ പോകുന്നു എന്നാണ്. നാം പ്രതിഷ്ഠിക്കാൻ പോകുന്ന ദേവി വിദ്യാശക്തിയാണ്. അതെന്തിനുള്ളതാണെന്ന്, നാം അതിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് കൃതി? ജനനി നവരത്ന മഞ്ജരി. 9 രത്നങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗുരുവിനെ മനസ്സിലാക്കാൻ, ഗുരുവിന്റെ ശാരദയെ അറിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ദേവിയാ അതുകൊണ്ട് പോകണമെന്നാണോ? അല്ല. ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു വിദ്യാശക്തിയാണ്. ആ വിദ്യാശക്തിയിൽ കൂടി മാത്രമേ പരബ്രഹ്മ സ്വരൂപമായ നമ്മുടെ ഗുരുവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ സാധിക്കും. ആരെങ്കിലും ഇപ്പൊ ശിവഗിരിയിലെ ഗുരുവിനെ കാണാൻ വരുവാണെങ്കിൽ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അമ്മയെ കണ്ടുവോ? ഭക്ഷണം കഴിച്ചു? എനിക്ക് നേരെ തിരിച്ചു ചോദിക്കും, ഭക്ഷണം കഴിച്ചുവോ? അമ്മയെ കണ്ടു. അപ്പോഴും ഗുരുദേവൻ പറയുന്നുണ്ട്, അമ്മയെ കാണണം. അത്രയും വിദ്യാശക്തിയിൽ കൂടി മാത്രം നമ്മുടെ ഗുരുവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുരുദേവൻ പറഞ്ഞു തന്നത്. അതിനു വേണ്ടിയിട്ടാണ് ജനനി നവരത്ന മഞ്ജരി നമുക്ക് തന്നിരിക്കുന്നത്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഗുരുവിലേക്ക് ആകർഷിക്കാൻ, ഗുരുവിന്റെ ശാരദയിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗുരുവിന്റെ ജനനി നവരത്ന മഞ്ജരി. ശാരദാമഠത്തിൽ പോകുമ്പോൾ കുമ്പിട്ട് നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹമാണെന്ന് തന്നെ ഞാൻ ഉറപ്പു പറയുന്നു. ഞാനിത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തൊരു പ്രതിഷ്ഠയാണ് ഗുരുവിന്റെ ശാരദാ പ്രതിഷ്ഠ. ഒന്ന് ചിന്തിക്കൂ, അത്രത്തോളം മഹാഗുരുവിനെയാണ് എല്ലാവരും കൂടെ കൂടിച്ചേർത്ത് സോഷ്യൽ റിഫോമർ എന്ന് പറയുന്ന തലത്തിലേക്ക് മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. ഗുരുവാണ്, പരബ്രഹ്മ സ്വരൂപമാണ്. ആരാണ് ഗുരു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും മറുപടി പറയണം എന്തല്ല. മഹാഗുരുവിനെ അറിഞ്ഞെടുക്കുമ്പോൾ ഗുരുവല്ലോ പരമമായ ദൈവമെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അറിഞ്ഞ് എടുക്കണം. കുമാരനാശാൻ പറയുന്നുണ്ട്, അൻപാർന്നവരുണ്ടോ, പല വിജ്ഞാനികളുണ്ടോ, വൻപാക വെടിഞ്ഞുള്ളവരുണ്ടോ, ഇതുപോലെ ബാക്കിയുള്ളവരുടെ മനസ്സിലെ കാര്യം കണ്ട് പ്രവർത്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഗുരുവിനല്ലോ എന്നാണ് ഗുരുവിന്റെ കുമാരൻ ചിന്നസ്വാമി പറയുന്നത്. എത്രത്തോളം ആൾക്കാർ, എത്രത്തോളം മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ, I have never come across who is spiritually greater than Swami ശ്രീനാരായണ ഗുരുദേവൻ. ഞാൻ എത്രത്തോളം സ്പിരിച്വലി ഗ്രേറ്റർ ആയിട്ടുള്ള ഒരാളെയും കണ്ടിട്ടില്ല എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ, ഗ്രേറ്റസ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്. അതിനോടൊപ്പം വേറൊരു കാര്യം പറയുന്നുണ്ട്, ഗുരുവിനൊപ്പം എത്താൻ പറ്റുന്ന ആളെ പോലും ഞാൻ എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല. ബംഗാളിൽ നിന്നാണ് രവീന്ദ്രനാഥ ടാഗോർ വന്നിട്ട് പറയുന്നത്. ഒരു കാര്യം ചിന്തിക്കൂ, 30 വർഷങ്ങൾക്ക് ശേഷം ബംഗാളിൽ നിന്ന് വേറൊരാൾ വന്നിരുന്നു. ആര്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ കേരളം ദർശിച്ച് സഞ്ചരിച്ചതിന് ശേഷം ഒരു കാര്യം പറയുകയുണ്ടായിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ്. അത് കഴിഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷം രവീന്ദ്രനാഥ ടാഗോർ വരുമ്പോൾ പറയുന്ന കാര്യം എന്താണ്? കേരളം ഒരു തീർത്ഥാലയമായല്ലോ സ്വാമി എന്ന് നമ്മുടെ ഗുരുവിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ആക്കി തീർത്തിയത് നമ്മുടെ ഗുരുവാണെന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞതുകൊണ്ട് അറിയണം, അറിഞ്ഞെടുക്കണം മഹാഗുരുവിനെ. ഗുരു ഒത്തിരി ക്ഷേത്ര പ്രതിഷ്ഠകൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ അറിയണം.
അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, മഹത്വമുണ്ട്. എല്ലാം നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗുരുവിലേക്ക് എത്താൻ കഴിയുന്നത് പറഞ്ഞാൽ ഗുരുവിന്റെ കൃതികളിൽ കൂടെയാണ്. ഗുരു ഒത്തിരി കൃതികൾ എഴുതിയിട്ടുണ്ട്. ബാഹുലേയാഷ്ടം, ഓം 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 അധൂമ പ്രകടനാകോടി ഭോഗി പ്രഭൂരം അം മം മം മാതൃ പ്രദപദയുഗാമൂരിഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രയലസിതവപുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീക്രചിത്തപ്രമഹര മനുഷ്യം സ്വാതയേ ബാഹുലയം ക്രീം 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 ഇഷ്ടഷട്കന്ധരമകമാരണ്യ സമ്പത്തവന്നി ഐ മൈ 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 മുന്തി സത്പരമൃദുമിത പ്രാശിയോ ഇന്ദ്രവന്ദ്യം ക്ലീം 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 ക്ലിഷ്ടകായ ക്രമദവദഹന കേശ നിർമൂലനാശം സൗം 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 സൗരകാന്തി പ്രമഹര മനുഷ്യം സ്വാതയേ ബാഹുലയം. ഇനിയുണ്ട് കേട്ടോ, ഒത്തിരി കൃതികൾ വന്നിട്ടുണ്ട്. അന്തിപ്പൂ തിങ്കൾ ഉന്തിത്തിരുവിടി തിരികെ ചൂടിയാടും പണത്തിൽ ചന്തം ചിന്തും നിലാന്നൊളി വെളിയിൽ വിയർത്തങ്ങ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്തിമിഴി ചെങ്കതിർ നിലചൊല്ലി ചന്തകാനകറ്റി ചിന്താ സന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിയിടേണം. ഗുരുവിന്റെ കൃതികളിൽ കൂടിയും ഗുരുവിന്റെ ശിഷ്യന്മാരുടെ കൃതികളിൽ കൂടി ബോധാനന്ദ സ്വാമികളുടെ ഒരു അടിപൊളി പ്രാർത്ഥനയുണ്ട്. ഏതാണെന്നറിയാമോ? ഈശ്വര പ്രാർത്ഥന. നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിരിക്കട്ടെ, ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിരിക്കട്ടെ. മാനത്ത് മൂഴിയിലും മാഴിയിലും പ്രകാശം മാനസസ്വരൂപോടുകൂടി വിളങ്ങി നിത്യം ആനന്ദ പൂർണ്ണ നില പൂണ്ട് അരുളും വിഭോനിൻ ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിരിക്കട്ടെ. ഇതൊക്കെ സൂപ്പർ ആണെങ്കിലും കുറച്ച് ലൈനുകൾ കേട്ടോ. എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളുമേക്കരുത് നാം കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വലിയ ജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ് ജഗത് സ്വരൂപ. എന്നാൽ ഉപദ്രവം ഒരാൾക്കും ഒരു തരി പോലും ഉണ്ടാകും. അതാ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു പീഡനിറുമ്പിലും വരുത്തരുതെന്നുള്ളൊരു കമ്പയും സദാ. ഒരു പീഡയുറുമ്പിന് പോലും ഒരല്ലലും വരുത്തരുതെന്നാണ് നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി എടുത്ത് ഗുരുവിനെ അറിഞ്ഞെടുക്കുമ്പോൾ ഗുരുവല്ലോ മഹാദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമയം 10 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇവിടെ നിർത്തുന്നു. എന്റെ വാക്കുകൾ ഞാൻ ഗുരുകൃപാദങ്ങളിൽ നമിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഹാന ശ്രീജിത്ത്. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് വരുന്നത് അടൂരിനാണ്. ഇനി ഞാൻ ചൊല്ലാൻ പോകുന്ന ഹോമമന്ത്രം ഓം ഗ്രാമം അധസ്തം വൃത്തീശം ബ്രഹ്മാസി ത്വദീയായിന്ദ്രിയാണി മനോ ബുദ്ധിഃ സത്തജിഹ്വാ ത്വയി വിഷയാ